Good morning, everyone. Good morning. Class ആരുമില്ലേ? കേൾക്കുന്നില്ല? Good morning, Miss. Yeah, good morning. Okay. How are you all? എല്ലാ ദിവസവും വന്ന് ഞാൻ സ്വഭാവം ചോദിക്കാണല്ലേ? ഇന്നലെ ചോദിച്ചു, ഇന്നും ചോദിച്ചു. Okay, so have you had your breakfast? Breakfast കഴിച്ചോ നിങ്ങള്? കഴിച്ചോ? Yes, ma'am. Yeah, okay. എന്താണ് സംസാരിക്കാൻ മടി? Yes, ma'am. Okay. Yeah. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ടെൻസ് അല്ലെ ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഇത് രണ്ടും ഇത് മൂന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നോട്ട്സ് കംപ്ലീറ്റ് ആണ്. ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് എവിടെയോ എന്തൊക്കെയോ ഒരു ഡൗട്ട് ഉണ്ട് അല്ലെ? ഉണ്ടോ? റെഡിയാണോ? സ്ട്രക്ചേഴ്സ് ഒക്കെ പറയാൻ റെഡിയാണോ നിങ്ങള്? ഓക്കെ. So I will call your name one by one. Okay. First. Oh, I don't know. Okay. Anjana. Anjana Sumi. Yes, ma'am. Yeah. Okay, very good. Anjana, പറയോ ഞാൻ ചോദിക്കുന്ന ടെൻസിന്റെ സ്ട്രക്ചർ ഒന്ന് പറയണേ. Okay. I was absent in the last class. ഇന്നലെ ഇല്ലായിരുന്നു ഞാൻ. ആണോ? Okay. ഇതിൽ ഞാൻ ഫ്യൂച്ചർ ടെൻസ് ആണ് എടുത്തത്. Okay, ma'am. ഞാൻ ഗ്രൂപ്പിൽ നോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഞാൻ വർക്ക്ഔട്ട് ചെയ്തില്ല. എഴുതി വെച്ചിട്ടുണ്ട്. Okay, നമുക്ക് ഇന്ന് പഠിക്കാം. എല്ലാ ടെൻസും പഠിക്കാം. Okay. Okay, അപ്പോ ഫസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. Present perfect. Yes. And the structure പറയാം. Then ഒരു എക്സാമ്പിൾ കൂടെ ഒന്ന് പറയാം. ഞാൻ തന്നെ ആദ്യം പറയണം. നോക്കി പറയരുത്. നോക്കി പറയരുതല്ലേ? ആലോചിച്ച് പറയൂ. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യും. പ്രസന്റ് പെർഫെക്റ്റ് ഇല്ലേ മിസ്സേ? നോക്കി പറയണോ? അല്ല അല്ല. പ്രസന്റ് പെർഫെക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. Yes. പ്രസന്റ് ആയതുകൊണ്ട് സബ്ജക്റ്റ് പ്ലസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യണം. അല്ലേ? പ്രസന്റ് ടെൻസിൽ നമ്മുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഹാസ് ആണോ ഹാവ് ആണോ എന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഹാസും ഹാവ് ഉണ്ട് ട്ടോ. അപ്പോൾ ഹാസ് ഒക്കെ ഹാസ് ഏത് സബ്ജക്റ്റിന്റെ കൂടെയാണ് യൂസ് ചെയ്യാം? ഹാസ് he or she. he or she മാത്രാണോ? ഇല്ലേ. സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഇന്ദ്രമിസ കേട്ടില്ല. സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? സിംഗുലർ സബ്ജക്റ്റ് he, she, it, everybody. Okay? he, she, it, everybody. Yeah. He, she, it, everybody. Okay, ഇതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റ് കേട്ടോ. ഇനി മറക്കരുത്. മറക്കോ? ഇല്ല മിസ്സേ. ഒന്ന് പറഞ്ഞേ. he or she or it or everybody. Yes. Okay, correct. Then plural subject ഏതൊക്കെയാ? have, അല്ലേ ഉള്ളു. സബ്ജക്റ്റ് ആണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് വരുമ്പം you, we, I, they. correct. I, you, we, they ഇതൊക്കെയാണ് പ്ലൂറൽ സബ്ജക്റ്റ്. അപ്പൊ സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും മനസ്സിലായി. ഇനി
ഹാസ് ഏത് സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യാം? ഹാസ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ. യാ കറക്റ്റ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് യൂസ് ചെയ്യുന്നു. അപ്പൊ ഹാവോ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ. ഓക്കെ. അപ്പോ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? മലയാളത്തിൽ നമ്മൾ എന്താണ് പറയാ? പ്രസന്റ് പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പോ സ്ട്രക്ചർ പറഞ്ഞു സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഹാസിനും ഹാവിനും ശേഷം വരുന്ന വെർബ് എപ്പോഴും തേർഡ് ഫോം ആയിരിക്കണം. ഓക്കെ മിസ്. ക്ലിയർ ആണ്. ഇനി ഒരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ. They have finished their work. They have finished their work. Their work. Yeah, correct. Simple. ഇത് പഠിച്ചില്ലേ ജന? പഠിച്ചു. ഇനി നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞേ. ഞാനില്ലായിരുന്നല്ല ഫ്യൂച്ചർ പഠിച്ചത്. കുഴപ്പമില്ല, അറിയോ? എന്നാലും സബ്ജക്റ്റ് പ്ലസ് will പ്ലസ് ഹാവ് പ്ലസ് V3 തന്നെ. പെർഫെക്റ്റ് ആണ്. ഹാവ് ഒക്കെ വരുന്നത് പെർഫെക്റ്റിലേക്കാണ് പോവാ കേട്ടോ. കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് അപ്പൊ പ്ലസ് ing വരും. വെർബ് പ്ലസ് ing. അപ്പോ സബ്ജക്ട് പ്ലസ് will be പ്ലസ് വെർബ് ing. ഇതാണ് സ്ട്രക്ചർ. സബ്ജക്ട് പ്ലസ് will be പ്ലസ് വെർബ് ing. ഇനി എന്താണ് വരാ? ചെയ്യുമായിരിക്കും. ചെയ്യുകയായിരിക്കും അല്ലെ? യെസ്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞേ. I will be subject plus I will be writing an exam. Yeah, I will be writing an exam. ഫ്യൂച്ചറിലെ കാര്യമാണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ദിവസം പറയണം അല്ലെ? ഞാൻ നാളെ ചിലപ്പോ എക്സാം എഴുതായിരിക്കും എന്ന് പറയണം. അപ്പൊ I will be writing an exam. ഇത് പറയണം. നാളെ മുതലോ? നാളെ. From tomorrow. From tomorrow. Yes, correct. For future continuous പഠിച്ചു അല്ലെ? ഇനി ഫ്യൂച്ചർ വോളിയം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ലേ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മിസ്. കറക്റ്റ് ആണ്. കറക്റ്റ് ആണല്ലോ. അങ്കിത അങ്കിതയാണോ അങ്കിതയാണോ? അങ്കിത. അവിടെ ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ. ആണോ? വോളിയം ഉണ്ട് കേട്ടോ. എല്ലാവരും കേൾക്കുന്നുണ്ട്. ചിലപ്പോ അവിടുത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. അഞ്ജന, ഇനി നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഫ്യൂച്ചർ പെർഫെക്റ്റ് പെർഫെക്റ്റ് വരുമ്പോ ഹാവ് വരൂല്ലേ? ഹാവ് അല്ലെങ്കിൽ ഹാസ് വരും. ഹാവ് മാത്രമേ വരത്തുള്ളൂ. അപ്പം വിൽ പ്ലസ് ഹാവ് പ്ലസ് പെർഫെക്റ്റ് അല്ലേ? അപ്പം V3. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3. കറക്റ്റ്. ഇനി ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ പറയും. സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V verb V1. V1. Subject plus will plus V1. Correct. Ini future perfect continuous. Subject plus will plus have plus been plus ing. Correct. Ini past നാല് structures എന്ന് പറഞ്ഞേ. Subject past simple past continuous past perfect continuous. Okay, ഇതിന്റെ നാല് structures എന്ന് പറയും. simple present അല്ല past tense simple past ആവുമ്പം I subject plus
V2. Yeah. Past continuous ആകുമ്പം subject plus was or were plus verb plus ing. Past perfect അടുത്തത് past perfect ആകുമ്പം subject plus had plus V3. Past perfect continuous ആകുമ്പം subject plus had plus been plus V plus ing. Okay. Clear ആണല്ലോ? അറിയാലോ ഇപ്പൊ എല്ലാരും? Okay, Anjana, very good. Oh, tense പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ പഠിക്കാം. ക്ലിയർ ആയി. ഇപ്പോഴും ടെൻസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. Okay, miss. Okay. ഇനി നെക്സ്റ്റ് ആരാ? ഇതേപോലെ പറഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. അറിയില്ലെങ്കിൽ പഠിക്കുക നമുക്ക്. ഇനി ആരാ? റസിയ. എവിടെയായിരുന്നു? കുറെ നാളായത് കണ്ടിട്ട്. ഇല്ല, പോയി. എന്നെയാണോ മിസ്? അതെ, റസിയയാണ്. എവിടെയായിരുന്നു? 1-2 ദിവസം ഭയങ്കര ബിസി ആയി പോയി. ഇന്നലെ സത്യത്തിൽ ക്ലാസ്സിന്റെ കാര്യം ഓർമ്മയുണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതെ അതെ മിസ്സേ, ഇന്നലത്തെ നമ്മുടെ ഫ്യൂച്ചറിന്റെ എനിക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ അവരൊക്കെ ബിസി ആയിരിക്കും, ദാറ്റ്സ് വൈ അവരൊന്നും റിപ്ലൈ ചെയ്തില്ല. അപ്പൊ അതുകൊണ്ടാണ്. ഇനി പറ്റുവാണെന്നുണ്ടെങ്കിൽ ടൈം കിട്ടുവാന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായേനെ. മിസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? എന്താ മിസ്സേ? ഞാനും കഴിഞ്ഞ വീക്ക് ഒന്ന് ക്ലാസ്സിലുണ്ടായിരുന്നു. എന്ത് പറ്റി? ഇല്ല, നമുക്ക് ഇംഗ്ലീഷ് അങ്ങനെയാണ് പൊതുവെ. കാരണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവര് മറ്റേ ചാപ്റ്റേഴ്സിലാണല്ലോ. അതെ അതെ, ശരിയാ. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഫ്യൂച്ചറിൽ ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ക്ലിയർ ആണോ? എല്ലാവരും ക്ലിയർ ആണോ? ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ. ഫ്യൂച്ചർ അറിയാം, ഭാവിയാണ്. പുള്ളിക്ക് പറയാനൊന്നുമില്ല. ഫ്യൂച്ചർ അല്ലെ, ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ട്, ഒരാൾ വന്നു. വെരി ഗുഡ്, കേട്ടോളൂ കേട്ടോ. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഞാൻ ചെയ്യും, പോകും, കാണും, എഴുതും, വരയ്ക്കും എന്നൊക്കെ പറയുമല്ലോ. അതൊക്കെ ചെയ്യാൻ പോകുന്ന കാര്യം ഏതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. ബേസ് ഫോം തന്നെയാണ്. ഇതിന് ശേഷം വരുന്നത് ബേസ് ഫോം ആണ് വരാം കേട്ടോ. V1 ആണ് വരാം. ഞാൻ ചെയ്യും, ഐ വിൽ ഡു ദാറ്റ്, ഐ വിൽ ഡു, വിൽ ഡു എന്നാ വരാം. ഓക്കെ, ഐ വിൽ ഡു, ഐ വിൽ റൈറ്റ്, ഐ വിൽ ഗോ, ഓക്കെ, ഐ വിൽ ഡ്രോ. ഇതെല്ലാം ഫസ്റ്റ് ഫോം ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യും, ഞാൻ അവന്റെ വീട്ടിൽ പോകും, ഐ വിൽ ഗോ ടു ഹിസ് ഹോം എന്ന് പറയാം. ഓക്കെ, ദെൻ നമ്മള് ഷാല് അല്ലെ, ഷാല് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മോഡേൺ ഇംഗ്ലീഷിലൊക്കെ ഷാലിന്റെ യൂസേജ് വളരെ കുറവാണ്, യൂസ് ചെയ്യാറേ ഇല്ല. ഷാല് മീനിങ് വരുന്നത് വില്ല് വരും എന്നാണെങ്കിൽ ഷാല് വരാമെന്നാണ് കേട്ടോ. ഒരു ഉറപ്പില്ലായ്മയാണ് ഷാല്, ഷുവർ അല്ല. അപ്പോ നമ്മൾ കൂടുതലും ഷാല് യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെയും വിയുടെ കൂടെയാണ്. കാരണം വരാം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഞാൻ വരാം എന്നായിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ വരാം അല്ലെ. നീ എന്റെ ഒപ്പം വരുന്നുണ്ടോ, നീ വരുമോ, നാളെ ഞാൻ വരാം. ഈ വരാം എന്ന് പറയുന്നത് ഈ വരും എന്ന് പറയുന്നത് രണ്ടാണ്. കേൾക്കുമ്പോ തന്നെ നമുക്കൊന്ന് മനസ്സിലാവും അല്ലെ. വരും എന്ന് പറയുമ്പോ അത് ഉറപ്പാണ്, വരും. പക്ഷെ വരാമെന്നാണെങ്കിലോ ഒരു ഉറപ്പില്ല. അതുകൊണ്ട് നമുക്ക് ഷാൽ യൂസ് ചെയ്യാം. ഐ ഷാൽ കം എന്ന് പറയും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ വരാമെന്നും വരുമെന്ന് പറയുന്നത് ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുണ്ടോ. ഷാലിന്റെ ഉപയോഗം കുറഞ്ഞു വരികയാണ്. ഇനി ചിലപ്പോൾ ഒട്ടുമില്ലാതാകും. ഓക്കെ, അപ്പോ ഷാൽ നമ്മൾ പിന്നെ നമ്മള് ക്വസ്റ്റ്യൻ ചോദിക്കാൻ റിക്വസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഷാൽ യൂസ് ചെയ്യാറുണ്ട്. ഷലൈബോ, ഷലൈബും എന്ന് ചോദിക്കില്ലേ. അപ്പോഴും നമ്മള് ഐയുടെ കൂടെയും വിയുടെ കൂടെയും മാത്രമേ ഷാൽ യൂസ് ചെയ്യുള്ളൂ. ഇത് എപ്പോഴും ഓർമ്മയിൽ വേണം, മറക്കരുത്. പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോ ഐ വിൽ ഗോ, ഞാൻ പോകും. Then he will meet me, he will meet me, meet next Monday എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഏത് സബ്ജക്റ്റിനും കൂടെ നമുക്ക് വില്ല് യൂസ് ചെയ്യാം.
ചെയ്യും, പോകും, കാണും ഇവിടെ മീനിങ്ങിലാണ് സിമ്പിൾ ഫ്യൂച്ചർ വരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ചെയ്യായിരിക്കും, ചെയ്യുകയായിരിക്കും. ഓക്കെ, അപ്പോ സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് വിൽ ബി പ്ലസ് verb ing ഫോം ആയിരിക്കണം. വിൽ ബി വരണം അല്ലെ. I'll be there at I'll be there by 9 o'clock. മണിയോടുകൂടി ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഉണ്ടായിരിക്കും എന്നും പറയാം, ഉണ്ടാകും എന്നും നമുക്ക് ഉദ്ദേശിക്കാം. ചില കാര്യങ്ങളിൽ നമ്മൾ അറിയല്ലേ, ഞാൻ ചിലപ്പോ ഒരു മണിയോടുകൂടി അവിടെ ഉണ്ടാകും അങ്ങനെയും നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോ രണ്ടും ഏകദേശം സെയിം ആണ് കേട്ടോ. നമ്മൾ ടോൺ മാറുമ്പോൾ നമുക്ക് മനസ്സിലാവും. മലയാളം അങ്ങനെയാണ്, നമ്മൾ ടോൺ മാറി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഉറപ്പാണോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു മണിയോളം കൂടി ഞാൻ ചിലപ്പോ ഓഫീസിൽ ഉണ്ടാകും എന്ന് പറയാം, അപ്പോൾ നമുക്കറിയാൻ ചാൻസ് കുറവായിരിക്കും അല്ലെ. അപ്പൊ ഞാൻ മണിയോടുകൂടി ഓഫീസിൽ ഉണ്ടായിരിക്കും എന്ന് പറയാം. രണ്ടും ഏകദേശം ഒന്നാണ്. അപ്പൊ മീനിങ് രണ്ട് നമുക്ക് എടുക്കാം കേട്ടോ. യൂസ് ചെയ്യേണ്ടത് വിൽ ബി ആയിരിക്കണം. I'll be working from 9 to 5 tomorrow. 5 മിനിറ്റ് വർക്കിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോ നാളത്തെ കാര്യം പറയാനല്ലേ. അപ്പോ നമ്മൾ നാളെ എക്സാം എഴുതായിരിക്കും അല്ലെ. She'll be writing an exam next Monday. Exam tomorrow എന്ന് പറയും. Okay, she'll be at Dubai. ഇവിടെ വേർബ് മാത്രമല്ല ഇത് നൗണും പറയാൻ പറ്റും ചിലപ്പോ. അതായത് ഇപ്പൊ ഇങ്ങനെ പറയാലോ, she'll be in Dubai next week. അവള് നെക്സ്റ്റ് വീക്ക് ദുബായിൽ ആയിരിക്കും എന്നും പറയും. ഇപ്പൊ ദുബായ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്, വേറെതല്ല. വേർബും നൗണും നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഇപ്പൊ നെക്സ്റ്റ് വീക്ക് അവൾ ദുബായിൽ വർക്കിംഗ് ആയിരിക്കും എന്നാണെങ്കിലോ she'll be working in Dubai next week എന്നും പറയാം. ഓക്കെ, ക്ലിയർ ആയോ? പ്രസന്റ് കണ്ടിന്യൂസ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ് മിസ്സേ. സിമ്പിൾ ഫ്യൂച്ചറും ഓക്കെ ആണ്, ഫ്യൂച്ചർ കണ്ടിന്യൂസും ഓക്കെ ആണ്. ഇനി തേർഡ് വൺ, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്തായിരിക്കും? അവൾ ചെയ്തിട്ടുണ്ടാകും. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും അവള് ഡിന്നർ കുക്ക് ചെയ്തിട്ടുണ്ടാകും എന്ന് പറയാം അല്ലെ. She will have cooked പറയാം, അല്ലെങ്കിൽ completed finished, അല്ലെങ്കിൽ cooked dinner എന്ന് പറയാം. സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് will have plus be3. When I reached home, she cooked dinner പറയാം, അല്ലെങ്കിൽ she prepared a dinner. Then എന്താ പറയാ, so I will have finished the report by 7 to 9. 7 മണിയോടുകൂടി അവൻ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, then ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണ്? ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അതിന് വർക്കിംഗ് ഹിയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുമ്പോ she will have been preparing dinner tonight. അവള് രാത്രി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു കാര്യം, ഈ 4 നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്യുന്ന ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടല്ലോ, അത് പൊതുവേ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ യൂസ് ചെയ്യാറില്ല കേട്ടോ. ചെയ്യാം, പക്ഷെ ഞാൻ ചെയ്തങ്ങനെ കണ്ടിട്ടില്ല. കുറച്ച് അഡ്വാൻസ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമുക്കിത് സിമ്പിൾ ആയിട്ട് നമുക്കത് കണ്ടിന്യൂസ് വെച്ച് പറയാൻ പറ്റും. മനസ്സിലായോ? ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നും ചെയ്യുകയായിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലാണെങ്കിൽ പോലും കറക്റ്റ് ആയിട്ട് തോന്നാറുണ്ട് ചില സമയങ്ങളിലല്ലേ. അപ്പോ നമുക്ക് ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പകരം വെറും കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പൊ ആ ഒരു ഡൗട്ട് വേണ്ട ആർക്കും. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? ഇതാണ് ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ് മിസ്സേ, സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യൂ റസിയ തന്നെ പറയൂ. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്നിവ മൂന്നിന്റെയും സ്ട്രക്ചേഴ്സ് പറയും എല്ലാ ടെൻസിന്റെയും. പ്രത്യേകിച്ച് റിവിഷൻ ആണ്. ടെൻസ് മൊത്തം നന്നായിട്ട് പഠിക്കണം, ഇന്നത്തോടു കൂടി പഠിക്കണം. പറയുമല്ല, നോക്കി പറയട്ടെ, നോക്കി പറയരുതേ.
മനസ്സിലായില്ല. ഞാൻ ഫ്യൂച്ചറിൽ എന്ത് പറയേണ്ടത്? ഇപ്പൊ പഠിപ്പിച്ചതാണോ പറയേണ്ടുള്ളത്? എല്ലാ ടെൻസും പ്രസന്റും പാസ്റ്റ് ഫ്യൂച്ചർ. ഇതില് പ്രസന്റിലാണെങ്കിൽ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, അങ്ങനെ 4 ആക്ഷൻസ് ഉണ്ടല്ലോ. ഈ 4 ആക്ഷൻസിന്റെയും സ്ട്രക്ചേഴ്സ് പറയാം, ഒരു എക്സാമ്പിൾ പറയാം, അത്രയേ ഉള്ളൂ. ഓക്കെ 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 ഓക്കെ. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് വെർബ് V1 ആയിരിക്കും. ഒരു എക്സാമ്പിൾ ആയിരിക്കും. എൻ്റെ മലയാളം വരുമ്പോൾ ചെയ്യുന്നു എന്നൊക്കെ അർത്ഥം വരുമായിരിക്കും. ആ ചെയ്യുന്നു എന്ന് അർത്ഥം വരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമാണ്, ഐ ലൈക്ക് ഫ്രൂട്ട്സ്, ഇങ്ങനെയൊക്കെ വരിക. സബ്ജക്റ്റ് പ്ലസ് വെർബ് V1 ഫോം. രണ്ടാമത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ചെയ്യുകയാണ് എന്നുള്ള ഒരു അർത്ഥം വരും. അപ്പൊ അതിന്റെ സ്ട്രക്ചർ വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം പിന്നെ ആർ, ഈസ് ആം ആർ പ്ലസ് വെർബ് 1 ചെയ്യുകയാണ് എന്നുള്ള. അപ്പം ചെയ്യുകയാകുമ്പോൾ കണ്ടിന്യൂസ് ആണല്ലോ, ING വരും. അപ്പോൾ സബ്ജക്ട് ഈസ് ആം ആർ പ്ലസ് വെർബ് പ്ലസ് ING വരും. എക്സാമ്പിൾ വരികയാണെങ്കിൽ ഇപ്പൊ ജിമ്മി TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ചെയ്യുകയാണ്. ജിമ്മി ഈസ് വാച്ചിങ് ടെലിഫോൺ അല്ലോ ടെലിവിഷൻ അറ്റ് ദിസ് മൂമെന്റ്, അങ്ങനെ വരും. ഓക്കെ അല്ലേ? ഇങ്ങനെ പറയാനല്ലേ ഉദ്ദേശിച്ചേ? മൂന്നാമത്തത് പ്രസന്റ് പെർഫെക്റ്റ് ഇതായിട്ട് വരും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ലാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് എടുക്കാം, എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോവാം. പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോഴത്തേക്കും സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. അത് ഈ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് ചേർക്കും, പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഹാവ് ചേർക്കും. പ്രസന്റ് പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ പറയാണ്. ഒരു ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്, ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വി ഹാവ് പ്ലേഡ് ഫുട്ബോൾ ഓൺ ദി ഗ്രൗണ്ട് എന്ന് പറയും. ആ ഫീൽഡിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ പറയുമ്പോൾ ദേ ഹാവ് വർക്ക് ഇൻ ദ ഫീൽഡ് ഓർ ഇൻ ദിസ് ഫീൽഡ്. ഈ ഇൻ ദിസ് എന്ന് പറയുമ്പോൾ ഈ ഫീൽഡ് എന്നുള്ളൊരു മീനിങ് വരും. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോഴത്തേക്കും ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വരും. ഒരു ടൈം ഡ്യൂറേഷൻ ഒക്കെ കാണിക്കുന്ന ഒരു സന്ദർഭങ്ങളിലാണ് നമ്മൾ കൂടുതലും ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ പറയുന്നത്. അതിന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഒരു ഫോർമുല പറയുകയാണെങ്കിൽ സബ്ജക്ട് പ്ലസ് ഈ ഹാസ് ഹാവ് തന്നെയാണ്. പിന്നെ അതിന്റെ കൂടെ വരുന്നത് ബീൻ വരും. ബീൻ പ്ലസ് വെർബ് പ്ലസ് ING വരും. കാരണം ചെയ്ത് കൊണ്ടിരിക്കുകയാണ്, അപ്പൊ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുക, അപ്പൊ അത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ING വരും വെർബിന്റെ കൂടെ. പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ മോർണിംഗ് തൊട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഐ ഹാവ് ബീൻ ടീച്ചിങ് സിൻസ് മോർണിംഗ് എന്ന് വരും. പിന്നെ നീ എത്ര നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ എന്ന് പറയും. ഹാവ് യു ബീൻ വരും അവിടെ. അപ്പൊ അങ്ങനെ ഒരു ഇത് വരും. പിന്നെ ഫ്യൂച്ചർ, ഇപ്പൊ എനിക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ലൈക്ക് സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോഴത്തേക്കും മിസ് പറഞ്ഞൊരു രീതി പറയുകയാണെങ്കിൽ, സിമ്പിൾ ഫ്യൂച്ചർ വരുമ്പോഴത്തേക്കും സബ്ജക്ട് പ്ലസ് V3 ആണോ V1 ആണോ ബേസ് ഫോം ആണോ മിസ്സേ? V1. V1 വരും. ഞാൻ ഫ്യൂച്ചർ ടെൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട്, ഞാൻ ഒന്ന് വായിച്ചിട്ട് പോലുമില്ല. അപ്പൊ ഒന്ന് വായിച്ചിട്ട് ഞാൻ പറഞ്ഞാ മതിയോ? അല്ലെങ്കിൽ പൊട്ടത്തരം പറയണ്ടല്ലോ. ഇനി നെക്സ്റ്റ് ആരാ പറയാം? ദൃശ്യ. ഹലോ മാം. ദൃശ്യ പറയൂ. ടെൻസും സ്ട്രക്ചേഴ്സും എക്സാമ്പിൾ പറയും. എല്ലാ ടെൻസും പറയാണോ? അറിയുന്ന പോലെ പറഞ്ഞാൽ മതി, തെറ്റാൻ ചാൻസ് ഉണ്ട് എന്തായാലും. കുഴപ്പമില്ല, ഞാൻ ക്ലിയർ ചെയ്യാം, കറക്റ്റ് ചെയ്യാം കേട്ടോ. സിമ്പിൾ പ്രസന്റിൽ വരുന്നത് സബ്ജക്ട് പ്ലസ് V1. അത് വരുന്നത് ചെയ്യുകയാണ് എന്നാണ്. ചെയ്യുകയാണ്, ചെയ്യുന്നു. അത് ഹി ഓർ ഷീ, ഇറ്റ്, യു, വി വരുന്നത്. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്നത് സബ്ജക്ട് പ്ലസ് V1 അല്ല V പ്ലസ് ING. ചെയ്യുകയാണ്, സബ്ജക്ട് V പ്ലസ് ING. സബ്ജക്ട് പ്ലസ് ഓക്സിലറി ഉണ്ട്. ഓക്സിലറി പ്ലസ് ഈസ് ഓർ ആം ആണോ? ഈസ് ആം ആർ. ഈസ് ആം ആർ ഇതൊക്കെയാണ് ഓക്സിലറി. ഓക്സിലറി പ്ലസ് വെർബ് ING. പിന്നെ വരുന്നത് സിമ്പിൾ പ്രസന്റ് വരുന്നത്, അതായത് സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട്. അത് സിംഗുലർ പ്ലസ് ഡസ്, പ്ലൂറലിന്റെ കൂടെ ആണെങ്കിൽ ഡു.
പിന്നെ വരുന്നത് പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റിൽ വരുന്നത് സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് V3. പിന്നെ വരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് V പ്ലസ് ING. Yeah. പിന്നെ വരുന്നത് ഫ്യൂച്ചർ അല്ല, ഇന്നലെ എടുത്തതല്ലേ, അതിലേത് മിസ്സാരാ? Past വരെ. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. Simple past, past continuous, past perfect, past perfect continuous. അത് എന്റെ നോട്ടില് ഇല്ല. Simple past പറയൂ. സിമ്പിൾ പാസ്റ്റ് വരുന്നത് സബ്ജക്ട് പ്ലസ് ED ആണോ, V പ്ലസ് ED ആണോ, V3 ഫോം ആണോ? Subject plus V2 ആണ്. V2. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ Present continuous. Simple present ആണ് പറഞ്ഞത്. Subject plus V2. ഇനി present continuous. കണ്ടിന്യൂസിൽ വരുന്നത് Subject plus was or were plus verb ING. ഒന്നുകൂടെ പറയാമോ? Subject plus ആ was or were plus verb ING. ഓക്കെ. ഇനി past perfect ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ? Subject plus had plus V3. Okay. Then past perfect continuous. Subject plus had been plus verb ING. Okay, had been വരും. Had been verb ING ആണ്. Okay ആണോ ദൃശ്യ? ഓക്കെ. Yeah. Then future ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു. നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആണോ? എല്ലാവരും നോട്ട്സ് കംപ്ലീറ്റ് ആണോ? ദൃശ്യ കംപ്ലീറ്റ് ആണോ? നോട്ട്സ് രണ്ടും മിക്സാണ്. അതായത് അമ്മ മരിച്ചത് കൊണ്ട് എഴുതാൻ പറ്റില്ല, കുറച്ചു കാലം അങ്ങോട്ടായിരുന്നു. ഓക്കെ. ഞാൻ ഓരോ സ്ട്രക്ചേഴ്സ് ഒന്നുകൂടെ പറയാം. നോട്ട് ചെയ്ത് എഴുതിയില്ല. ഓക്കെ. യാ ഓക്കെ ദൃശ്യ. ഇനി നെക്സ്റ്റ് ആരാ പറയാ? ബി സുന. യെസ് മാം. പറഞ്ഞോളൂ. എല്ലാം പറയണോ? എല്ലാം ജസ്റ്റ് എന്താ ഫോം മാത്രം പറഞ്ഞാൽ മതിയോ? ആ സ്ട്രക്ചറും പെട്ടെന്നൊരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു മിനിറ്റ്. ഇവിടെ പണി നടക്കുന്നത് കൊണ്ട് ഭയങ്കര സൗണ്ടാണ്. പ്രസന്റ് ടെൻസില് സിമ്പിൾ പ്രസന്റ് ടെൻസ് അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് V1. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. എക്സാമ്പിൾ, ഹി റൈറ്റ്സ് എ ലെറ്റർ, ഷീ വാച്ചസ് എ മൂവി എന്നൊക്കെ പറയും. സെക്കൻഡ് വൺ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ING ഫോം ഓഫ് വെർബ്. അപ്പോൾ അതിന്റെ എക്സാമ്പിള് ദേ ആർ ഡാൻസിങ്, പിന്നെ ഹീ ഈസ് പ്ലേയിങ് ഇൻ ദി ഗ്രൗണ്ട്.
അത് പിന്നെ വരാൻ പോകുന്ന ചില കാര്യങ്ങളെയും കൂടി എക്സാം ഇതിൽ പറയും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ. നെക്സ്റ്റ് മന്ത് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നെക്സ്റ്റ് മന്ത് ഐ ആം ഗോയിങ് ടു അറ്റൻഡ് ദി എക്സാം. അങ്ങനെയൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങൾ പറയും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ing ഫോം, അല്ല ഹാസ് ഓർ ഹാവ് പ്ലസ് V3. അല്ലേ മാം? അതെ. എക്സാമ്പിൾ ആയിട്ട് ഐ ഹാവ് പ്ലേഡ് ഇൻ ദി ഗ്രൗണ്ട് എന്നും പറയും. പിന്നെന്താ, he have married in the last month. Fourth one present perfect continuous tense ആണ്. അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് വെർബ്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2020. ശരിയല്ലേ മാം? ഓക്കെ. നെക്സ്റ്റ് പാസ്റ്റ് ടെൻസ് ആണ്. അതിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, അതിന്റെ സ്ട്രക്ചർ പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V2 ആണ്. V2 അതിന് എക്സാമ്പിൾ ആയിട്ട് ഷീ മെറ്റ് ഹിം, അല്ലെങ്കിൽ ഐ സ്ലെപ്റ്റ്. പിന്നെ സെക്കൻഡ് വൺ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഇപ്പൊ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതാണ്. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ing ഫോം ഓഫ് വെർബ്. അതിൽ വാസ് യൂസ് ചെയ്യുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയും വെയർ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയുമാണ്. എക്സാമ്പിൾ ആയിട്ട് ഐ വാസ് സ്ലീപ്പിംഗ്. ഐ വാസ് സ്ലീപ്പിംഗ് when you call me. അല്ലേ മാം? I was sleeping when you called me. ശരിയാണോ? ടെൻസ് ഏതായിരുന്നു? പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോ ഐ വാസ് സ്ലീപ്പിംഗ് വെൻ യു കോൾ മീ എന്ന എക്സാമ്പിൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് തേർഡ് വൺ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. അപ്പൊ അത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങളാണ്. എക്സാമ്പിൾ ആയിട്ട് ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ വർക്ക്. പിന്നെ വേറൊരു എക്സാമ്പിൾ they had attended the class. പിന്നെ ഫോർത്ത് പാസ്റ്റ് ടെൻസിൽ ഫോർത്ത് വൺ വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് ing ഫോം ഓഫ് വെർബ് ആണ്. അത് എന്താണ്, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ മീനിങ് വരുന്ന. അപ്പോ അതിന് എക്സാമ്പിൾ പറയുന്നത് ഐ ഹാഡ് ബീൻ കുക്കിംഗ് സിൻസ് മോർണിംഗ്, അല്ലെങ്കിൽ ഐ ഹാഡ് ബീൻ അറ്റൻഡിങ് ദി ഓൺലൈൻ ക്ലാസ്. അങ്ങനെ അല്ലേ മാം? അപ്പോൾ പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു. പിന്നെ അടുത്തത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ആണ്. നമ്മൾ ചെയ്യും എന്ന ഉറപ്പുള്ള കാര്യം, ചെയ്യും എന്ന് പറയുന്നതിനാണ്, ഉറപ്പായും ചെയ്യും എന്ന് പറയുന്നത്. ഐ വിൽ മാരി ഹിം, ഞാൻ എന്തായാലും അയാളെ കല്യാണം കഴിക്കും എന്നൊക്കെ ഉദ്ദേശിച്ച് പറയുന്ന പോലെ. സെക്കൻഡ് വൺ ഫ്യൂച്ചർ കണ്ടിന്യൂസ്, അപ്പോൾ ചെയ്യുകയായിരിക്കും എന്നുദ്ദേശിക്കുന്നതാണ്. അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് ing ഫോം ഓഫ് വെർബ്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഐ വിൽ ബി മീറ്റിംഗ് ഹിം നെക്സ്റ്റ് ഡേ.
അടുത്ത ദിവസം അടുത്തത് നടക്കുന്ന കാര്യങ്ങൾ, നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളല്ലേ? ആ ആ അപ്പൊ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അതായത് ദേ വിൽ ബി ഗോയിങ് ഫോർ എ വേൾഡ് ട്രിപ്പ്. അവര് ഒരു വേൾഡ് ട്രിപ്പിന് പോകാൻ സാധ്യതയുണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന പോലെ. തേർഡ് വൺ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. അത് ചെയ്തിട്ടുണ്ടാകും എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 ആണ്. അതിന്റെ എക്സാമ്പിള് ഷീ വിൽ ഹാവ് forgotten about that function. അല്ലേ മാം? She will have forgotten about that marriage, അല്ലെങ്കിൽ that function. ഫോർത്ത് വൺ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ളത് ഉദ്ദേശിച്ചിട്ട്. അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് വെർബ് ആണ്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് he will have been reading that letter. ഓക്കെ മാം? ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഇല്ല. ഓക്കെ, മിസ് ഞാൻ ബാക്കി പറയട്ടെ? പറയൂ. ഓക്കെ, ഇനി നമുക്ക് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിൽ 4 എണ്ണം ഉള്ളത്. സിമ്പിൾ പാസ്റ്റ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് പാസ്റ്റ് ടെൻസിൽ സിമ്പിൾ പാസ്റ്റ് ആണ്. അതൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നതിനാണ്. അതിന്റെ ഫോർമുല വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ആണ്. ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പം അവനെ കണ്ടു, ലാസ്റ്റ് വീക്ക് ഞാൻ അവനെ കണ്ടു, ഐ സോ ഹിം ലാസ്റ്റ് വീക്ക്. അല്ലെങ്കിൽ അവളെ എന്ന് പറയുമ്പോൾ ഹെറാക്ക. പിന്നെ ഞാനൊരു ഡ്രസ്സ് വാങ്ങി, ഐ ബോട്ട് എ ഡ്രസ് എന്ന് പറയാം. ഞാൻ അവിടെ പോയി, ഐ വെന്റ് ദെയർ. ഞാനൊരു ലെറ്റർ എഴുതി, ഐ റോട്ട് എ ലെറ്റർ. അങ്ങനെയൊക്കെ വരുമ്പോൾ സിമ്പിൾ ആയിട്ട് വരുന്നത് സിമ്പിൾ പാസ്റ്റിൽ വരും. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പം ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത്. ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ ആ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വാസ് വെയർ. അത് വാസ് എവിടെ നമ്മൾ പ്ലൂറൽ ആണെങ്കിൽ വെയറും, സിംഗുലർ ആണെങ്കിൽ വാസും ചേർക്കും, വെർബ് പിന്നെ പ്ലസ് ING. കാരണം ചെയ്യുകയായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ING യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഷി വാസ് റീഡിങ് എ ബുക്ക് വെൻ ദ ഫോൺ റാങ്. ഫോൺ അടിച്ചപ്പോഴത്തേക്ക് അവൾ ബുക്ക് വായിക്കുകയായിരുന്നു. അവൻ ഈ മോർണിംഗ് ഡ്രൈവ് ചെയ്യുകയായിരുന്നു, വർക്കിന് വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്യുകയായിരുന്നു. ഹി വാസ് ഡ്രൈവിംഗ് ടു വർക്ക് ദിസ് മോർണിംഗ്. പിന്നെ അത് നെഗറ്റീവായിട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു സെന്റൻസിനെ നെഗറ്റീവായിട്ട് പറയാണ്, നീ ഇംഗ്ലീഷ് പഠിക്കാൻ ചോദിക്കുകയാണ്, നീ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നു എന്ന് പറയുമ്പം യു ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്ന് പറയും. പക്ഷെ നീ ഇംഗ്ലീഷ് പഠിക്കുകയല്ലായിരുന്നു, അത് നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും യു ആർ നോട്ട് സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്ന്. പിന്നെ നമുക്ക് വരുന്നത് പെർഫെക്റ്റ് ടെൻസ്. അത് കൂടുതലും നമ്മൾ ഈ ടൈം ഒക്കെ മെൻഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ചെയ്തു കൊണ്ടിരുന്നു എന്നാണ് നമ്മൾ, ചെയ്തുകൊണ്ടായിരുന്നു, ആ ഒരു ടൈം പറയുമ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സമയം അങ്ങനെ ആയിരുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോഴായിരുന്നു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കൂടുതലും യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. ഇവിടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യത്തില്ല, ഇമ്പോർട്ടന്റ് ആണ്. അത് പ്ലൂറൽ ആയാലും സിംഗുലർ ആയാലും ഹാഡ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ പാസ്റ്റ് പെർഫെക്റ്റില്. എക്സാമ്പിൾസ് വരുവാണെങ്കിൽ, ഞാൻ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു, ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് എന്ന് പറയാം. പിന്നെ ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, പോയിട്ടുണ്ടായിരുന്നു പറയുമ്പോഴത്തേക്കും ഐ ഹാഡ് ഗോൺ ടു ഹിസ് ഹൗസ് എന്ന് പറയാം. ഹെർ ആണെന്നുണ്ടെങ്കിൽ അവള്, അതാണ്. പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ രാവിലെ അതിന്റെ സ്ട്രക്ചർ പറയാം. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ആണ്. കാരണം ഇരിക്കുകയായിരുന്നു, അപ്പം വെർബ് പ്ലസ് ING വരും. ഞാൻ രാവിലെ മുതലേ കുക്ക് ചെയ്യായിരുന്നു, ഐ ഹാവ് ബീൻ കുക്കിംഗ് സിൻസ് മോർണിംഗ് എന്ന് പറയും. പിന്നെ ഞാൻ 2 hours ആയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു, നിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു ബസ് സ്റ്റോപ്പിൽ, അല്ലെങ്കിൽ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 2 hours എന്ന് പറയും. അങ്ങനെയൊക്കെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരും. ഓക്കെ ആണോ ഇതുവരെ? ഓക്കെ അല്ലേ മിസ്?
ഓക്കെ, ഇനി സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലോട്ട് വരുമ്പോൾ നമുക്ക് 4 എണ്ണം ഉള്ളത്. സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ പറയുമ്പോഴത്തേക്കും അതിന്റെ ഫോർമുല വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വെല് പ്ലസ് V1 ആണ്. ബേസ് ഫോം ഓഫ് വെർബ് ആണ്, V1 ആണ് വരുന്നത്. നമ്മൾ ചെയ്യും, വരും എന്നൊക്കെ ഉറപ്പുള്ള കാര്യത്തെ നമ്മൾ പറയുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ അവനെ മീറ്റ് ചെയ്യും, പിന്നീട് അവനെ ഞാൻ മീറ്റ് ചെയ്യും. ഷീ വിൽ, അല്ലെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഐ വിൽ മീറ്റ് ഹിം ലേറ്റർ എന്ന് പറയും. അപ്പൊ അവളാണെന്നുണ്ടെങ്കിൽ ഷീ വിൽ മീറ്റ് ഹിം ലേറ്റർ എന്ന് പറയും. അവള് പിന്നീട് അവനെ കാണും എന്നൊക്കെ ഉള്ള ഒരു അർത്ഥം വരും. ഇനി നമ്മൾ ഇവിടെ ഷാള് യൂസ് ചെയ്യും. ഷാള് യൂസ് ചെയ്യുന്നത് വരാം എന്നുള്ളൊരു കാര്യം, ഒരു ഉറപ്പില്ലാത്ത സിറ്റുവേഷൻസിലൊക്കെയാണ്. മേ ബി, ഫോർ എക്സാമ്പിൾ, മേ ബി വി വിൽ ഗോ, അല്ലെങ്കിൽ വി ഷാൾ ഗോ, അല്ലെങ്കിൽ മേ ബി ഐ ഷാൾ കം എന്നൊക്കെ ഉള്ളൊരു ഉറപ്പില്ലാത്ത സിറ്റുവേഷൻസിലാണ് ഷാൾ യൂസ് ചെയ്യുന്നത്. കൂടുതലും നമ്മൾ വിൽ യൂസ് ചെയ്ത് വരും എന്നുള്ളൊരു കാര്യത്തെ പറയുമ്പോഴാണ് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്ക് രണ്ടാമത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അതിന്റെ ഫോർമുല വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ING. അത് ചെയ്യുകയായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ചെയ്യുകയായിരിക്കും, ലൈക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഞാൻ വന്നേക്കാം എന്നൊക്കെ ഉള്ള ഒരു ഫ്യൂച്ചറിൽ വരുന്ന ഒരു ടെൻസിലാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് എവിടെ വന്നാലും അവിടെ ING എന്നുള്ള ഒരു വെർബിന്റെ കൂടെ വരും. അപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാനൊരു ലെറ്റർ എഴുതിയിരിക്കും, ഐ വിൽ ബി റൈറ്റിംഗ് ടുമാറോ. ചിലപ്പോൾ നാളെ ആയിരിക്കും ഞാൻ ആ ലെറ്റർ എഴുതുന്നത്. അപ്പം എഴുതും എന്നുള്ളൊരു ഉറപ്പുണ്ട്, അതിന് ചെയ്തിരിക്കും എന്ന ചാൻസ് കുറവാണ് ആ സിറ്റുവേഷൻസിൽ. അതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരുന്നത്. പിന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുന്നത് ചെയ്യുന്നുണ്ടാകും എന്നാണ്. ഞാനത് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ഫ്യൂച്ചറിൽ വരുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ടെൻസിലോട്ടാണ് അത് പോകുന്നത്. അതിന്റെ ഫോർമുല വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് വരുന്നത്. ലൈക്ക് എന്താണ്, അപ്പം അവൻ വന്നിട്ടുണ്ടായിരിക്കും, ഹി വിൽ ഹാവ് അറൈവ്ഡ്, അവൻ വന്നിട്ടുണ്ടാകും, അറൈവ്ഡ് ആയിരിക്കും. ഇപ്പം റെയിനിങ് മഴ നിന്നിട്ടുണ്ടായിരിക്കും, ഇറ്റ് വിൽ ഹാവ് സ്റ്റോപ്ഡ് റെയിനിങ്, മഴ നിന്നിട്ടുണ്ടാകും എന്നൊക്കെയാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റിലോട്ട് പോകുന്നത്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോഴും എന്താ വരുന്നത്, ING വരും വെർബിന്റെ കൂടെ. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING എന്നിട്ടുള്ള ഒരു ഫോം വരും. ചെയ്ത് കൊണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ് അതിനൊരു മലയാളം അർത്ഥം വരുവാണെങ്കിൽ. ചെയ്ത് കൊണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു അർത്ഥം വരും. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്, നീ ഈ സ്കൂളിൽ ഇപ്പം ജൂൺ ആകുമ്പോൾ നീ ഈ സ്കൂളിൽ 5 വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഒരു ഇന്ററഗേറ്റീവ് സെന്റൻസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് വരുന്നത് വിൽ യു ഹാവ് ബീൻ ടീച്ചിങ് അറ്റ് ദ സ്കൂൾ ഫോർ 5 years ബൈ ജൂൺ ഇന്ന് വരും. നീ വിൽ യു ഹാവ് ബീൻ, നീ ചെയ്തിട്ടാണോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്. ഓക്കെ, ഇത്രയാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, വെരി ഗുഡ്. എന്നാൽ എക്സ്പ്ലെയിൻ ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മള് ഇപ്പൊ പറഞ്ഞെല്ലാം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. നമുക്ക് നെഗറ്റീവ് ഒക്കെ പറയാനുണ്ട്, അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ ഒന്നും പറയുന്നില്ല, അടുത്ത ക്ലാസ്സിൽ പിന്നെ നെഗറ്റീവ് പറയണം. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റോ നെഗറ്റീവ് ക്വസ്റ്റ്യൻ അല്ലെ, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ നമുക്ക് പറയാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടും. ഓക്കെ, ഓരോ ടെൻസിലും അങ്ങനെ പറയണം. പ്രസന്റ് ആണ്, പാസ്റ്റ്, ഫ്യൂച്ചർ, എല്ലാത്തിലും നെഗറ്റീവ്സ് ഉണ്ട്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അതിന് കുറച്ചൊക്കെ ഇപ്പോ റസിയ പറഞ്ഞു. മിക്കവാറും കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടാകാം, ഇതൊക്കെയാണ് റസിയ പറയുന്നത്. ചോദ്യം ചോദിക്കുമ്പോ എങ്ങനെയാ ചോദിക്കാം എന്നൊക്കെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകാം. അതുണ്ടല്ലോ മിസ്സേ, ഞാൻ സത്യത്തിൽ എപ്പോഴും പഠിക്കുമ്പോ ഞാൻ എപ്പോഴും എന്ത് മിസ് പഠിപ്പിച്ചാലും ഞാൻ അതിന്റെ ഓപ്പോസിറ്റും കൂടെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് ചെയ്തു നോക്കും. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും, ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ലൈക്ക് പഠിപ്പിക്കുന്ന അതേ കണക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രയോജനം ഇല്ല, നമുക്കത് മനസ്സിലാവത്തില്ല. ഇപ്പൊ മിസ് സത്യത്തിൽ വിൽ യു ഹാവ് ബീൻ അതൊന്നും പഠിപ്പിച്ചിട്ടേ ഇല്ല, എനിക്കറിയാം. പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയപ്പോ എന്റെ രീതിയിൽ ഞാനത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയതാ. നീ ജൂൺ ആകുമ്പോ ഇവിടെ, അല്ലെങ്കിൽ നീ ഇത്രയും നേരമായിട്ട് ഇവിടെ ഇരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. നമ്മളതൊക്കെ ലൈക്ക് കാഷ്വൽ ആയിട്ടുള്ള ടോക്സ് അല്ലേ, അപ്പൊ അതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അത് ചിലർക്ക് കേട്ട് മനസ്സിലേക്ക് കാണത്തില്ല, ഐ എം സോറി ഫോർ ദാറ്റ്, റിയലി. അത് ഓർക്കാതെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നല്ലതാണല്ലോ, അങ്ങനെ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പഠിപ്പിക്കുന്ന മാത്രം പഠിച്ചാൽ പോരാ. ശരിക്കും എനിക്ക് ലിമിറ്റ്സ് ഉണ്ട് പറയുന്നതില്. ഞാൻ ഓരോ വാക്കുകളും പറയുമ്പോ നോക്കി കണ്ട് പറയണം. കാരണം ഒരുപാട് കുറച്ചൊക്കെ അറിയാവുന്നവരുണ്ട്, ക്ലാസ്സിൽ അറിയാത്തവരുണ്ട്. എനിക്ക് രണ്ടും വേണം, മനസ്സിലാവും. അപ്പൊ ആ രീതിയിൽ മാത്രമേ ക്ലാസ് എടുക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ
റെഫർ ചെയ്യൂ, സെർച്ച് ചെയ്യൂ, ഇതെല്ലാം ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടും. ഓക്കെ, അതെ, നമ്മളെന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് നമ്മൾ ഇട്ടാൽ മാത്രമേ അതിൽ സക്സസ് ഉണ്ടാവത്തുള്ളൂ. ലൈക്ക് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ അതുകൊണ്ട് എപ്പോഴും ഇത് പഠിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യം ആ ഐഡിയ മനസ്സിലാക്കി എടുക്കും. ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും, എവിടൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആ ഉപയോഗിക്കുന്ന സാധനത്തെ ഉപയോഗിക്കുന്ന രീതിയിൽ അങ്ങ് ഉപയോഗിക്കുക. അപ്പൊ സെറ്റായിട്ട് വരും. എന്നാലും പഠിക്കുള്ളൂ, പഠിക്കില്ല എന്നാലും നമുക്ക് പറയാൻ പറ്റും. അതെല്ലാം തിയറീസ് എല്ലാം എനിക്ക് അറിയാം എന്ന് പറഞ്ഞിരുന്നത് കാര്യമില്ല. നമ്മളത് നമ്മുടേതായ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, കുറെ റെഫർ ചെയ്യണം, പഠിക്കണം. പ്രാക്ടീസ് നമുക്ക് ആ വേർഡ്, ആ സെൻസ് സംസാരിക്കാൻ പറ്റും. മനസ്സിലായോ? തെറ്റാതെ പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം, ചോദിക്കാം നമ്മൾ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുന്നേ, ഇംഗ്ലീഷ് പറയുന്നതും. ഓക്കെ, അല്ലാതെ തിയറീസ് മാത്രം കൊണ്ട് കാര്യമില്ല. എപ്പോഴും എനിക്ക് പറയാവുന്ന ഒരു കാര്യമാണത്. എന്റെ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് എനിക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഓക്കെ, നിങ്ങളുടെ ഹാർഡ് വർക്ക് എടുത്താൽ മാത്രമേ ഇത് പറ്റൂ. അതെ മിസ്, ഞാനിപ്പോ എന്റെ ഒരു ജേർണിയിൽ, കുറച്ചധികം ഇംഗ്ലീഷ് പഠിച്ചൊരു ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര ഗ്രാമർ എത്ര പെർഫെക്റ്റ് ആന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് ഗ്രാമർ അല്ല, സത്യത്തിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആ സ്ലാഗിലോട്ടാ പോകുന്നത്. ഇപ്പൊ ഞാൻ കറക്റ്റ് അച്ചടി ഭാഷയെ ചോദിക്കുകയാണ്, വിൽ യു ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ അറ്റ് ദിസ്, അങ്ങനെ ഇങ്ങനെ പോവാണെങ്കിൽ അത് മനസ്സിലാവത്തില്ല. കേൾക്കുന്ന ആളും വിചാരിക്കും ഇവൻ എന്തായി പറയുന്നത്. പക്ഷെ അതിനൊരു സ്ലാഗ് ഉണ്ട്. നമ്മള് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ ചോദിക്കുമ്പോൾ ആണോ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ല. അതേ കണക്ക് നമ്മൾ ഇംഗ്ലീഷിനെ ആ ഒരു സെന്റൻസിനെ അതേ രീതിയിൽ പറയാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ആ സ്ലാഗ്, എത്ര നമ്മളിനി ഗ്രാമർ പഠിച്ചെന്നോ, നമ്മൾ എത്ര ലാംഗ്വേജ് സ്റ്റെബിലിറ്റി ഉണ്ടെന്നോ, നമ്മൾ അഡ്വാൻസ്ഡ് ആണെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അറിയാവുന്ന സാധനത്തെ നമ്മുടെ രീതിയിൽ എങ്ങനെ മലയാളം പറയുന്നത് അതുപോലെ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കുക. വെറുതെ നിന്ന് ഇങ്ങനെ വായിച്ച് വിട്ടുപോയാലൊന്നും മനസ്സിലാവത്തില്ല. തിയറി മനസ്സിലേക്ക് പോയാൽ മനസ്സിലാവത്തില്ല. ലൈക്ക് നമ്മളത് ഇങ്ങനെ പറഞ്ഞ് അത് നമ്മുടെ മലയാളം എങ്ങനെയാ പറയുന്നത് അതേപോലെ പറഞ്ഞ് വരുമ്പോ ലാസ്റ്റ് ഫൈനൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഇവിടെയൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പൊ പിന്നെ സെറ്റായി. പിന്നെ ആര് ഗ്രാമർ ശ്രദ്ധിക്കത്തോലുമില്ല. ഇടയ്ക്ക് തെറ്റ് വന്നാൽ പോലും അവർക്ക് മനസ്സിലാവത്തില്ല. കാരണം സംസാരിക്കുമ്പോൾ നമ്മൾ മലയാളത്തിലാണെങ്കിൽ പോലും ഗ്രാമർ നോക്കാറുണ്ടോ? ഇല്ല, അതങ്ങനെയാണ്. പക്ഷെ എന്നാലും നമുക്ക് മലയാളം ആധികാരികമായി ചോദിച്ചാലും നമുക്ക് അറിയാം. ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് സംസാരിക്കുമ്പോൾ ആരും ഗ്രാമർ നോക്കാറില്ലെന്നേ, ആരും നോക്കിയില്ല. പക്ഷെ നമുക്ക് ആ ഒരു ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രാമർ പഠിക്കുന്നത്. പറയുന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പ് വേണം, അത് കറക്റ്റ് ആണോ, അതിനു വേണ്ടിയാണ് നമ്മൾ ഗ്രാമർ പഠിക്കുന്നത്. ഗ്രാമർ അറിഞ്ഞാൽ കുറച്ചുകൂടെ എന്താണ്, നമുക്ക് ഉറപ്പാണല്ലോ നമ്മൾ ചോദ്യത്തിൽ തെറ്റില്ല എന്ന് ഉറപ്പാണ്. അപ്പോ ഗ്രാമർ പഠിക്കുന്നതിൽ ഉപകാരമുണ്ട്. പക്ഷേ സംസാരിക്കുമ്പോൾ നമ്മളാണെങ്കിൽ കറക്റ്റായിട്ട് ഗ്രാമർ യൂസ് ചെയ്യാറില്ല. അല്ലെ മിസ്, ഞാൻ മിസ്സിനോട് ചോദിക്കും. ഇപ്പൊ നമ്മൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ സംസാരത്തിൽ നമ്മൾ ഗ്രാമർ നോക്കോ? ഇല്ല. നമ്മൾ എനിക്കെന്താ മനസ്സിലാവും നിനക്കെന്താ മനസ്സിലാവുന്ന ആ രീതി പോകും. ആ ഒരു ഫ്ലുവൻസിയിൽ അങ്ങ് പോകും. നമ്മൾ പറയുന്ന ഐഡിയ കിട്ടും. പിന്നെ വേർഡ്സ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ വേർഡ്സ് കൈകാര്യം ചെയ്യാൻ മനസ്സിലാക്കിയിരിക്കണം. ഗ്രാമർ നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ളൊരു സ്റ്റുഡന്റിന് ചിലപ്പോൾ വേർഡ്സ് അറിയത്തില്ലെങ്കിൽ പെട്ടുപോകും. അതുകൊണ്ട് എപ്പോഴും വേർഡ്സ് നമ്മൾ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞ വൊക്കാബുലറി ആണ്. വേർഡ്സ് കിട്ടണം. നമുക്ക് ഓരോ നമ്മൾ കാണുന്ന, നമ്മൾ ചുറ്റിലും കാണുന്ന എല്ലാത്തിനും ഇംഗ്ലീഷ് വേർഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് തട്ടിമുട്ടിയാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തെത്താൻ പറ്റും. വേർഡ് അറിയില്ലെങ്കിൽ കയ്യിൽ നിന്ന് ഫുള്ള് പോകും. എവിടെ വേണമെങ്കിലും ഇടയിൽ കയറ്റാൻ പറ്റും. പക്ഷെ നമുക്കത് കണക്ട് ചെയ്ത് പോകാനുള്ള വേർഡ്സ് നമ്മുടെ കയ്യിൽ വേണം. അതെ, വൊക്കാബുലറി നല്ല കൊള്ളും. വൊക്കാബുലറി നമ്മുടെ കയ്യിൽ സേഫ് ആണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് നമ്മളെ പിടിച്ചാൽ കിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾക്ക് പ്രസന്റ് ടെൻസ് എല്ലാ ടെൻസിന്റെയും സ്ട്രക്ചേഴ്സ് അറിയാം. ഹാസ് എ ഹാവ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എല്ലാം നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾക്ക് എന്താണ് സ്റ്റക്ക് ആവാണ്. ഒരു വെർബ് പറഞ്ഞ് അവിടെ സ്റ്റക്ക് ആവാണ്. പിന്നെ അങ്ങോട്ട് പറയാൻ വൊക്കാബുലറി കയ്യിലില്ല, അറിയില്ല. മനസ്സിലായോ? അത് മാത്രമല്ല, നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പറയാനാണെങ്കിലും ഇംഗ്ലീഷ് പറയുമ്പോൾ നമുക്ക് വരില്ല. അത്രയും സെന്റൻസ് ഒന്നും കറക്റ്റായിട്ട് വരില്ല. കാരണം നമുക്ക് എന്താ, പക്ഷെ മലയാളം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ലേ? ഇംഗ്ലീഷിൽ വരാത്ത എന്തുകൊണ്ടാ? വൊക്കാബുലറി ഇല്ല. മെയിൻ ആയിട്ട് എന്താണ്? വൊക്കാബുലറി ഇല്ല. എങ്ങനെ ഇത് പ്രസന്റ് ചെയ്യണമെന്ന് അറിയില്ല. റീഡിങ് ഹാബിറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് വായിക്കുക. വായിച്ച് നമുക്ക് അതുപോലെ പറയാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ യൂട്യൂബ് വീഡിയോസ് ആണെങ്കിൽ കാണുമ്പോൾ നമ്മൾ അവര് പറയുന്ന പോലെ നമ്മൾ ഓരോ സെന്റൻസും പറഞ്ഞു പഠിക്കുക, ഇമിറ്റേറ്റ് ചെയ്യുക. ശരിക്കും ലാംഗ്വേജ് ഇമിറ്റേഷൻ ആണ്.
ആ വെസ്റ്റേൺ സ്പീക്കേഴ്സ് പറയുന്ന പോലെ പറയണമെങ്കിൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ നമുക്കത് പറയുമ്പോ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, ഞാനാണ് ഈ പറയുന്നത്, നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുക, ഞാൻ തന്നെയാണോ പറയുന്നതെന്ന് തോന്നുന്നു, ഷുവർ ആണ്. മനസ്സിലായോ? നമ്മുടെ ഭാഗത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ, അത് രക്ഷയില്ല കേട്ടോ. ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കില്ല, പക്ഷെ കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇംഗ്ലീഷ് ബേസിക് എന്തെങ്കിലും ഇംഗ്ലീഷിനെ കുറിച്ച് ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ശരിയല്ലേ? നമുക്ക് ഏകദേശം ജോയിൻ ചെയ്തപ്പോഴും എപ്പോഴും നമ്മൾ എന്താണ് വ്യത്യാസം ഉണ്ടോ എന്തെങ്കിലും? എനിക്ക് വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. മിസ്സിന്റെ കുറെ ക്ലാസ്സസ് മനസ്സിലാകുമ്പോഴേ ഗ്രാമറിനെ കുറിച്ചിട്ടുള്ള ഒരു കറക്റ്റ്, സാധാരണ പണ്ടൊക്കെ നമ്മുടെ മിസ്സുമാര് പഠിപ്പിക്കും ഗ്രാമർ അവർ ബോർഡിൽ എഴുതി പെട്ടെന്ന് സ്പീഡിലൊക്കെ പോകുന്നു, നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല എന്താണെന്നുള്ളത്. പക്ഷെ മിസ് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുത്തു തന്നത് കൊണ്ട് ഇപ്പൊ നമുക്കൊരു, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോ ഏത് സിറ്റുവേഷൻസിൽ വന്നാലും സംസാരിക്കാനുള്ള, എനിക്ക് ഓൾറെഡി ആ ഒരു ഫ്ലുവൻസി ഉണ്ട്. പക്ഷെ ആ ഫ്ലുവൻസി തന്നെ കറക്റ്റ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണോന്ന് വെച്ചാൽ അത് റോങ് ആയിരുന്നു. പക്ഷെ മിസ് പഠിപ്പിച്ചതിന് ശേഷം ഇപ്പൊ ഞാൻ ഇങ്ങനെ കള്ളം പറയല്ല, ടു ബി ഫ്രാങ്ക്, നമുക്കിപ്പോ ഒരു എവിടെയെങ്കിലും ഇപ്പൊ ഒരു സൊസൈറ്റിയിൽ എന്തെങ്കിലും അകപ്പെട്ടു പോയാൽ തന്നെ നമുക്ക് ലാംഗ്വേജിൽ നല്ല രീതിയിൽ സ്റ്റെബിലിറ്റി ആയിട്ട് സംസാരിക്കാൻ പറ്റും. കാരണം നമുക്ക് ഉറപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രാമർ കറക്റ്റ്, അപ്പൊ കേൾക്കുന്ന ആൾക്കും മനസ്സിലാവും ആ കുട്ടിക്ക് ഗ്രാമർ കറക്റ്റ് ആണ്. അതിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോൾ പലതരത്തിലുള്ള ആളുകൾ കാണും, നല്ല രീതിയിൽ അറിയാവുന്നവർ കാണും, തീരെ അറിയാത്തവർ കാണും, അഡ്വാൻസ്ഡ് ലെവലിൽ കാണും. അപ്പൊ അവരെ മുമ്പിലൊക്കെ സംസാരിക്കാനുള്ള ഒരു എബിലിറ്റി മിസ് കാരണം ഉണ്ടായി. താങ്ക് യു സോ മച്ച്. പിടിച്ചു നിൽക്കാം, ഗ്രാമർ എന്തെങ്കിലും ഒരു ഗുണം അതാണ്, ധൈര്യമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റും. തെറ്റല്ലല്ലോ പറയുന്നത്, നമുക്ക് തന്നെ ഒരു ധൈര്യമുണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. നമുക്ക് സംസാരിക്കാൻ പൊട്ടത്തിലാണെങ്കിൽ വിളിച്ചു പറയാൻ ഒരു ധൈര്യം അത് വേണം, ഇല്ലെന്നല്ലാതെ വേണം. പക്ഷെ ഗ്രാമർ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, അയ്യോ ഞാൻ പറയുന്നത് ശരിയാണ്, എനിക്ക് ഉറപ്പുണ്ടല്ലോ. അപ്പൊ അവനിപ്പോ നീ പറയുന്നത് തെറ്റാണല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമെങ്കില്ല ഞാൻ പറയുന്നത് കറക്റ്റ് ആണ്, നമുക്കൊന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റും. അതാണ് ഗ്രാമറിന്റെ പവർ. അപ്പൊ അതിന് കൂടി നമുക്ക് വൊക്കാബുലറി വേണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, നമ്മൾ ടോൺ വ്യത്യാസം വരണം. മലയാളം സംസാരിക്കുന്ന പോലെ സംസാരിക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്തേ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിപ്പോ ക്ലാസ്സിൽ ഈ ടെൻസിന്റെ സ്ട്രക്ചേഴ്സ് എങ്കിലും നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച്, അങ്ങനെയെങ്കിലും നിങ്ങൾ അത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വൊക്കാബുലറി മാത്രമേ ഉള്ളൂ, അത് നിങ്ങളുടെ കയ്യിലാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ മാക്സിമം ഞാൻ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയും പറയാത്ത ഒരുപാട് പേരുണ്ട്, പറയാൻ മടിയാണോ എന്നൊന്നും എനിക്ക് അറിയില്ല. മാക്സിമം നിങ്ങൾ തന്നെ മുന്നോട്ട് വരാൻ ഞാൻ പറയാം. മിസ്സേ എല്ലാവരും പറയുന്ന പോലെ എനിക്കും പറയാൻ ആഗ്രഹമുണ്ട്, എനിക്ക് നിങ്ങളത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇങ്ങനെ ആർക്കെങ്കിലും തോന്നിയിരുന്നോ പറയണത് ആഗ്രഹമുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? അതിന് പോലും റെസ്പോണ്ട് ഇല്ല. വെരി ഗുഡ്, നല്ല പിള്ളേരാണ് നിങ്ങൾ. ഞാൻ ലീവ് ആവട്ടെ. ഓക്കെ ഓക്കെ, ബൈ, കെയർ. ഓക്കെ, അശ്വിനി ഹോസ്പിറ്റൽ ആണല്ലേ? സോ നിങ്ങൾ മെസ്സേജ് കണ്ടിട്ടോ, കുഴപ്പമില്ല. ഓക്കെ ആകട്ടെ. നെക്സ്റ്റ് ക്ലാസ്സിലാണെങ്കിലും ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുന്ന ടൈമില് പറയാൻ നോക്കാം കേട്ടോ. ഞാൻ മറന്നു പോയാലും പറയാം. ഓക്കെ, അപ്പോ സോ താങ്ക് യു ഓൾ. See you on the next class. Okay.